ഓക്കെ, താങ്ക് യു ഡോക്ടർ അജിമി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1240 ദിവസമാണ്. ഇന്ന് നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കാനായി എത്തുന്നത് മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കുറുപ്പ് സാറാണ്, ശ്രീധര കുറുപ്പ് സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ അത് ശ്രവിക്കുന്നതിനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുറുപ്പ് സാറിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മിക്കവാറും എല്ലാ ക്ലാസ്സിലും നമ്മളോടൊപ്പം എത്തുകയും നമുക്ക് എല്ലാത്തിലും ക്വസ്റ്റ്യനും സാറിൻ്റെതായ അഭിപ്രായങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ആളാണ് ശ്രീധരക്കുറുപ്പ് സാറ്. ശ്രീധരക്കുറുപ്പ് സാറിനെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. ശ്രീധരക്കുറുപ്പ് സാറെ, തുടങ്ങാം. കേൾക്കാമോ? കേൾക്കാം സാറ്. അന്നേരം നമുക്ക് തുടങ്ങാം. എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും, അതുപോലെ തന്നെ ഇവിടെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട എല്ലാ ഡോക്ടർമാർക്കും, സ്റ്റുഡൻസിനും, ഹോമിയോ സ്ത്രീകൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. നമ്മുടെ ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനുമാനെയും, അതുപോലെ എൻ്റെ വല്യച്ഛൻ്റെ അനിയനായ സ്വാമി ആദരദാസിനെയും ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇത് തുടങ്ങട്ടെ. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും, മാതാപിതാക്കളെയും, അതുപോലെ വെൽ വിഷേഴ്സിനെയും കൂട്ടുകാരെയും ഓർമ്മിച്ചുകൊണ്ടും ഞാൻ ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ഈയിടെ എന്നെ കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈയിടെ ചികിത്സിച്ച, കാരണം അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചികിത്സിച്ച പല കേസുകളും പറഞ്ഞിട്ടില്ലയോ എന്നുള്ളൊരു സംശയം വരുന്നത് കൊണ്ട് ഞാൻ ഇന്നും ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ അടുത്ത കാലത്തെ ചികിത്സിച്ച ഈ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകം ചികിത്സിച്ച കേസുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ചർച്ചയ്ക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ ആദ്യം ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റ് മാക്സിമം കുറച്ച് കേസുകൾ പറയും. ബാക്കിയുള്ളത് ആൾക്കാർക്ക് ചോദിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള മറുപടി പറയും. വേറുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കൂടുതൽ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ഒരു 51 വയസ്സുള്ള ഒരു ലേഡി ഡോക്ടറാണ്. അവർക്ക് ഈയിടെ ചുമയും പനിയെല്ലാം വന്നു. അവരാദ്യം ഹോമിയോപ്പതി മരുന്ന് അവർ തന്നെ കഴിച്ചു. പക്ഷേ അവർക്കൊരു കുറവും കണ്ടില്ല. അവർ പിന്നെ ഉടനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. ഈ ബ്രോങ്കൈറ്റിസും ആസ്മയും അവർക്ക് ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അവർക്ക് ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളാണ്. ഏതായാലും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഏകദേശം ഒരു 15 ദിവസത്തോളം അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തു. അല്പം കുറവുണ്ടെന്നുള്ളത് മാറി. പക്ഷേ തിരിച്ച് അവർ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്ന് നമ്മളെ മെഡിസിൻ കഴിച്ചു. മെഡിസിന് കൊടുത്തത് നമ്മുടെ ട്യൂബർക്കുലിനും കൊടുത്തു കഴിഞ്ഞ് ആർസനിക് കാർബ് 0/3 നെട്രോസൾഫ കൊടുത്തത്. കാരണം അവർക്ക് നൈറ്റിലാണ് കൂടുതൽ. അത് കൊടുത്തു കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞപ്പോൾ അവരുടെ കൈക്ക്, ഇടത്തെ കൈയിൽ ഒരു വേദന, അതുപോലെ തന്നെ ഇടത്തെ കൈയിലെ വേദന, അതും പല മരുന്നുകളും കഴിച്ചിട്ടുള്ളത് കൊണ്ടും, പിന്നെ അതിന് നംനെസ്സും കൂടുതൽ. നക്സോമിക്ക ആദ്യം കൊടുത്തു, അതിനുശേഷം സൾഫർ 0/3 കൊടുത്തപ്പോൾ അത് കുറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കാലിലോട്ട് ആ മരപ്പ് വീണ്ടും വന്നു, ഭയങ്കരമായിട്ടുള്ള മരപ്പ്. അത് കൊളോസിന്ത് 0/3 ആണ് കൊടുത്ത് അവർ കംപ്ലീറ്റ് ഇപ്പം തീർത്തു മാറി. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനൊരു
പലതരത്തിലുള്ള പ്രിസ്ക്രിപ്ഷനുള്ള ഒരു എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. പലർക്കും പല അഭിപ്രായം കാണാം. സിംഗിൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നവർ കാണാം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നവർ കാണാം. മൾട്ടിപ്പിൾ മെഡിസിൻ യൂസ് ചെയ്യുന്നവർ കാണാം. സ്പെസിഫിക് യൂസ് ചെയ്യുന്നവർ കാണാം. ബയോകെമിക്കൽ യൂസ് ചെയ്യുന്നവർ കാണാം. ചിലപ്പം ഈ ഇപ്പം ബാക്ക്വേർഡ് റെമഡി വളരെയധികം ക്ലാസ്സുകൾ ഇവിടെ ഡോക്ടർ ഗോപികൃഷ്ണൻ എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ പലരും ഇവിടെ കൂടുതൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പണ്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഞാനിവിടെ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ്. പലർക്കും ഇതിനോട് ചിലപ്പോൾ ഭിന്നാഭിപ്രായം തോന്നാം. പക്ഷേ ഇത് ആൾക്കാർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു തുറന്ന പുസ്തകമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാനൊന്നും മറച്ചു വെക്കാറില്ല. അതുകൊണ്ടാണ്. അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം അവർക്ക് കംപ്ലീറ്റ് കുറവായി. ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒറ്റ മരുന്ന് കൊണ്ട് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പല മരുന്നുകൾ കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ അതിൻ്റെ സിംപ്റ്റം അനലൈസ് ചെയ്ത് റെപ്പർട്ടൈസ് ചെയ്ത് കമ്പാരിറ്റീവ് മെഡിക്കാൻ മേടിക്കുക. അതിലേത് മെഡിസിൻ ആണെന്ന് എൻ്റെ ഫിസിക്കൽ, മെൻ്റൽ ജനറൽസ്, ഫിസിക്കൽ ജനറൽസ് എല്ലാം എടുത്തിട്ട് അവേർഷൻ, ഡിസീഴ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ കമ്പാരിറ്റീവ് മെഡിക്കാൻ മേടിക്കാൻ നോക്കി അതിൻ്റെ അവരുടെ എല്ലാം പഠിച്ചതിന് ശേഷം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ അറിവ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഒരു ഫോബിയാണ്. അത് ഒരു 1.5 മാസമായതുകൊണ്ട് എനിക്ക് ആ കേസ് കിട്ടിയിട്ട് 39 വയസ്സുണ്ട്. അയാൾക്ക് ആ ഫോബിയ ആൻസൈറ്റി ആൻഡ് ഫോബിയ ആണ്. രണ്ടിനും ഒന്നാന്ന് വേണേൽ പറയാം. അയാൾക്ക് 4-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഓരോരോ ആൻസൈറ്റിയും പരിഭ്രമവും ഒക്കെ. പ്രത്യേകിച്ചും രോഗത്തോടുള്ള പേടി. ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ടത് ഈ ചുമന്ന സ്പോട്ട് എവിടെയെങ്കിലും കണ്ടാൽ പുള്ളിക്ക് പേടിയാണ്. പുള്ളി വിചാരിക്കുന്നത് പുള്ളിക്ക് ദുശകുനമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും രാത്രിയിലും ഈ ഡാർക്ക് സ്പോട്ടിനെ കാണുമ്പോൾ വളരെയധികം പേടിയാണ്. ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആണെങ്കിൽ ഒരു ഡാർക്ക് സ്പോട്ട് അവിടെ കണ്ടാൽ പുള്ളി തിരിച്ചു. പുള്ളി അന്ന് ഓഫീസിലോട്ട് പോവുകയില്ല. പിന്നെ പുള്ളിക്ക് പറ്റുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ പറ്റിയല്ല. ഒരു റോഡിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ടോ റെഡ് സ്പോട്ടോ എല്ലാം കണ്ടാൽ പുള്ളി തിരിച്ചു. പിന്നെ പുള്ളിക്ക് ഫിയർ വളരെയധികം കൂടുതലാണ്. ആരെങ്കിലും ഈ വഴി വെച്ച് എന്തെങ്കിലും കണ്ടാൽ, അതുപോലെ ചുമന്ന ഷർട്ട് കണ്ടാൽ പുള്ളി ചുമന്ന ഷർട്ട് ഇടത്തേ. പുള്ളിക്ക് ചുമന്ന ഷർട്ടോ കറുത്ത ഷർട്ടോ ഇട്ടാൽ പുള്ളിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ള പേടിയാണ്. പിന്നെ കാറ് പുള്ളി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തപ്പും അതിൻ്റെ അകത്ത് കൂടെ. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അതിൻ്റെ കീഴെ കയറി തപ്പും, ആരെങ്കിലും കീഴെ കയറി ഇരിപ്പുണ്ടോ. അങ്ങനെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പുള്ളി നോക്കിയിട്ടേ ഇറങ്ങത്തുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു സസ്യങ്ങളെയെല്ലാം പുള്ളി സംശയത്തോടെയാണ് നോക്കുന്നത്. അകത്തെ പട്ടി മുള്ളിയിട്ടുണ്ടോ, പട്ടി വല്ലതും മുള്ളിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അകത്തെ തൊട്ടാൽ പുള്ളിക്ക് റാബീസ് പിടിക്കുമെന്നും ഹൈഡ്രോഫോബിയ പിടിക്കുമെന്നുള്ള പേടിയാണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. ഞാൻ കൊടുത്തത് ആഴ്സനിക് ആൽബമാണ് ഫസ്റ്റ്. അതുകൊണ്ടൊരു 70% റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് കൊടുത്ത മെഡിസിൻ വൈറ്റ് ചെസ്റ്റ്നട്ടാണ്. ഇപ്പം ഞാൻ കൂടുതൽ ഈ ഹോമിയോപ്പതിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ബാക്ക്വേർഡ് റെമഡീസും കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ റെസ്ക്യൂ റെമഡിയാണ്. ഇഷ്ടംപോലെ റെസ്ക്യൂ റെമഡികൾ ഞാൻ പണ്ടത്തേലും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ആദ്യം വന്നാൽ ആദ്യം ഉപയോഗിക്കുന്ന മരുന്ന് റെസ്ക്യൂ റെമഡിയാണ്. ഈയിടെ ഒരു ഹാർട്ട് ഡിസീസ് ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് എല്ലാ ഇൻവെസ്റ്റിഗേഷനും എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ചത്തുവെന്ന്. ഇപ്പം ഏതായാലും ആള് 6 മാസമായി ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്തത് ക്രെക്ടകസ് മദർ ടിഞ്ചറും അതുപോലെ തന്നെ കാക്ടസ് 0/3 കൊടുത്തത്. ഏതായാലും
അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഇതേവരെ ഇല്ല. അയാൾ ഇച്ചിരി ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് തീർത്തും മാറിയിട്ടില്ല. എന്നാലും കുറഞ്ഞു. ഡയറ്റ് ഇതുണ്ട്. രാവിലെയും വൈകിട്ടും നിരപ്പായ സ്ഥലത്തൂടെ നടക്കാൻ പറഞ്ഞു. നടക്കുന്നുണ്ട്. ഇപ്പം ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ടുണ്ട്. തീർത്തും മാറിയിട്ടില്ല. ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്ക് അതേ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരും പറഞ്ഞു ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട. വളരെയധികം കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈയിടെ വേറൊരു കേസ് അതിന് കൊടുത്തത് ഹാർട്ട് ഡിസീസിന് ഇതൊക്കെയാണ് കൊടുത്തത്. പിന്നെ അതിന് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. എപ്പോഴേലും ഒരു വിഷമം വന്നാൽ ഉടനെ റെസ്ക്യൂ റെമഡി എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് റെസ്ക്യൂ റെമഡി 1 തുള്ളി അല്ലെ 2 തുള്ളി വെള്ളത്തിലൊഴിച്ചിട്ട് അത് 1 മണിക്കൂർ 2 മണിക്കൂർ എന്തെങ്കിലും വിഷമം വന്നാൽ. പക്ഷേ ഇതേവരെ പുള്ളി പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല ഡോക്ടറെ പിന്നെന്തിനാ ഞാനത് കഴിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതായാലും പിന്നെ വേറൊരു കേസ് കാട്രാക്ട്. ഈയിടെ 65 വയസ്സുള്ള ഒരാള് ഞാൻ നേരത്തെ വേറെ ചില അസുഖത്തിന് പുള്ളിക്ക് ട്രീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചു ഹോമിയോപ്പതി കാട്രാക്റ്റിന് വല്ല മെഡിസിനും ഉണ്ട്. ഞാൻ പറഞ്ഞു ശ്രമിക്കാം. കാരണം പുള്ളിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഏതായാലും ഞാൻ പുള്ളിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ശരീരപ്രകൃതിയും ഇതുമെല്ലാം എടുത്തു വെച്ച്. കാരണം പുള്ളി നേരത്തെ ദിവസവും വെള്ളം അടിക്കുക. അന്നേരം വെള്ളം അടിച്ചിട്ട് പുള്ളിക്ക് ഭ്രാന്ത് പോലെയാണ്. ഭാര്യയുടെ പരമിക്കൊക്കെ പിടിക്കും. നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പിന്നെ വേറെ പെണ്ണ് കെട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വേറൊരുത്തിയെ കൊണ്ടുവരും. അത് ഇനി വേശ്യയാണേലും കുഴപ്പമില്ല. നിന്റെ മുമ്പിലിട്ടിട്ട് ഞാൻ അവിടെ കൊണ്ട് നടക്കും. നിന്റെ മുമ്പിൽ കൂടെ നടക്കും എന്നൊക്കെ പേടിപ്പിക്കും. ഇത് ഒരു ദിവസം അയാൾ വേറെങ്ങാണ്ട് പോയപ്പം അവരുടെ മാനും ഭാര്യയും വിളിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സൾഫർ 0/3 കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട്. അയാൾ അതിൻ്റെ കൂട്ടത്തിൽ സൾഫൂരിക് ആസിഡ് അവർ തന്നെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ അകത്ത് 1/4 സൾഫൂരിക് ആസിഡ് ചേർത്ത് കൊടുത്തു. അയാൾ കംപ്ലീറ്റ് നിർത്തി. ഇപ്പം കുടിക്കത്തേ ഇല്ല. കംപ്ലീറ്റ് കുടി നിർത്തി. അപ്പം അത് കൊണ്ടാണ് അയാൾക്ക് അത് അയാൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ അയാൾക്ക് വേറെ 1, 2 പ്രശ്നം വന്നത് ഡ്രൈ സ്കിന്നും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പം അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കുറഞ്ഞത് കൊണ്ടാണ് അയാൾക്ക് വിശ്വാസം. ഏതായാലും ഈ കാട്രാക്ട് ഒരു കണ്ണിലെ കൂടുതലുള്ളൂ. മറ്റേ കണ്ണിൽ കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതായാലും അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പ്രോസസ് ആണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. കാരണം കൂടുതൽ ഒരു കേസ് തന്നെ തുടങ്ങി അതിൻ്റെ കൂടെ പോയി ഇതിൻ്റെ കൂടെ പോയി ഇത് പോയെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇവിടെ വിവരമുള്ള ഈ 3 വർഷം ആയി 1250 1300 ഇടയ്ക്ക് ഉള്ള ദിവസമായി. അന്നേരം കേട്ട് നല്ല പരിചയമുള്ളവരാ. കൊല്ലപ്പൊടി സൂചി വെക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതിന് കൊടുത്തത് ഫോസ്ഫറസ് 0/3 സിനറേറിയ മറട്ടിമ. ഞാൻ ഏതാനും ചില കേസുകളൊക്കെ ഈ കാട്രാക്ട് കുറച്ചിട്ടുണ്ട്. അത് എൻ്റെ വിശ്വാസം കൊണ്ടല്ല, എന്നെക്കാട്ടി കൂടുതലുള്ള പേഷ്യൻറ്റിൻ്റെ വിശ്വാസം കൊണ്ടാണ് അത് കുറയ്ക്കാൻ സാധിച്ചത്. അത് ഫോസ്ഫറസ് ഒരു നല്ല മെഡിസിനായിട്ട് എനിക്കത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സിനറേറിയ മറട്ടിമായും ഇതിൻ്റെ കൂട്ടത്തിൽ ആൽക്കഹോൾ ഫ്രീ ഒഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കുറവുണ്ടെന്ന് 75% കുറഞ്ഞെന്ന് പുള്ളി പറയും. പുള്ളിക്ക് ഇപ്പം കാണാൻ മറ്റേ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു. കണ്ണിൻ്റെ മണലിട്ട മാതിരി തരിതരിയായിട്ട് എന്തോ കിടക്കുന്ന കൂട്ടുള്ള തോന്നലുണ്ടായിരുന്നു. അതൊക്കെയാണ് പുള്ളിയുടെ സിംറ്റംസ്. ഇപ്പം അതൊക്കെ മാറി. പുള്ളിയോട് പിന്നെയും വരണം ഒന്ന് ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വിളിച്ചിട്ടില്ല, വന്നിട്ടുമില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല കുറവുണ്ട്, ഇനി എന്തിനാണ് ഡോക്ടറെ വരുന്നത്. ഡോക്ടർ തന്നെ ഈ മരുന്ന് തന്നെ അങ്ങ് കഴിച്ചാൽ അങ്ങ് ഒഴിച്ചാൽ കഴിഞ്ഞാൽ പുള്ളി ഈ സിനറേറിയ മറട്ടിമ കൊണ്ടാ കുറഞ്ഞിരിക്കുന്നതെന്നാ, ആൽക്കഹോൾ ഫ്രീ കൊണ്ടാ കുറഞ്ഞിരിക്കുന്നതെന്നാ പുള്ളിയുടെ വിശ്വാസം. പലയിടത്തും എഴുതിയിട്ടുള്ളതുകൊണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയൊന്ന് കാണിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് അറിയാമല്ലോ അതിൻ്റെ. പുള്ളി പറഞ്ഞു ഏതായാലും എനിക്കിപ്പം വളരെ ആശ്വാസമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറയും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ ഈയിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ ഹസ്ബൻഡിന് ചുമ. ഞാൻ പണ്ട് മുതലേ അവരെന്നോട് ചോദിച്ചിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളൂ. ചുമ കൂടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹോമിയോപ്പതി മരുന്ന് കൊണ്ടൊന്നും വലിയ പെട്ടെന്ന് കുറയുന്നില്ല, വളരെ കൂടുതലാണ്, അതുകൊണ്ട്
ബ്രോങ്കൈറ്റിസ് ആണെന്ന് പറഞ്ഞു. പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എറണാകുളത്താണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് 67 വയസ്സുള്ള മെയിലാണ്. അയാള് ഈ ആഹ്, ഈ മിൽമ ബൂത്താണ്. ആ മിൽമ ബൂത്തിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് വിചാരിച്ച് അയാൾ ബൂത്തിൽ പോയില്ല. എന്നിട്ടും കുറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2, 3 ആഴ്ച കിടന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ആന്റിബയോട്ടിക്സ് എടുത്തു. എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ ആ ഡോക്ടർ തന്നെ അതൊക്കെ ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു. കുറഞ്ഞില്ല. പിന്നെ ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഇതിന്റെ കൂടുതൽ? പാതിരാത്രി കഴിഞ്ഞാ ഡോക്ടറെ. അത് ഭയങ്കര ചുമ. എഴുന്നേറ്റ് അത് കഴിഞ്ഞ് പുള്ളിക്ക് കിടക്കാൻ പറ്റിയത്. എഴുന്നേറ്റിരിക്കുക. രാത്രി കഴിഞ്ഞ് കഴിയുമ്പോൾ. ഏതായാലും അതിന്റെ ടോട്ടാലിറ്റി ഓഫ് സിംപ്റ്റംസും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടെ വെച്ചിട്ട് കാലിക്കാറ് കൊടുത്തു. 0/3 കണ്ടിന്യൂസ്. ഏതായാലും ഒരു 3, 4 ഡോസ് ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു 75% ഒരാഴ്ചക്കകം കംപ്ലീറ്റ് കുറഞ്ഞു. അന്നേരം നമ്മുടെ മെഡിസിനെ നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിന് ഫലം കിട്ടുമെന്നുള്ളതിനുള്ള തെളിവാണ്. അടുത്ത കേസ് ഒരു 38 വയസ്സുള്ള ഫീമെയിലാണ്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ബാങ്കിൽ ഓഫീസറാണ്. ഹസ്ബൻഡിന് എന്തോ ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലിയാണ്. അച്ഛൻ മരിച്ച ഇതില് കിട്ടിയ ഒരു ജോലിയാണ്. പക്ഷേ ഒരു കുഞ്ഞുണ്ടാകുന്നിടം വരെ ഒരു പ്രശ്നവുമില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം പോരാ, അത് പോരാ, ഇത് പോരാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് പലപ്പോഴും ഇയാളുടെ ഫോണ് ഈ ഈ ഈ ഭാര്യ നോക്കിയപ്പം അതിൻ്റെ അകത്തെല്ലാം പല ഫോൺ കോളുകൾ. അതിൻ്റെ അകത്ത് പല രാത്രിയിലൊക്കെ പുള്ളി ഇരുന്ന് മാറി വെളിയിലിരുന്ന് പോയിട്ട് കാണാതെ വിളിക്കുക. അത് കഴിഞ്ഞ് പുള്ളി നോക്കിയപ്പം അതിൻ്റെ അകത്ത് പല ഫോൺ നമ്പരും കിട്ടി. അവസാനം അയാളുടെ ഡയറിയിൽ നിന്ന് ഒരു ഫോട്ടോയും കിട്ടി. രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭാര്യ മറ്റേ അവരും കല്യാണം കഴിച്ചതാണ്. ഇയാളെക്കാട്ടി പ്രായം കൂടിയ ആളാണ്. അപ്പൊ അവര് ഇവരോട് ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറയാണ്, ഈ ബാങ്ക് എംപ്ലോയിയെ വിളിച്ചിട്ട് പറയാണ്, നീ ഡൈവേഴ്സ് ചെയ്തു, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ. പിന്നെ അത് അന്ന് മുതൽ ഇടിയും തല്ലും ഒക്കെയാണ്. പിന്നെ ഇവരൊരു വീട് മേടിച്ചിട്ടുണ്ട്. ആ വീട് ഇവരുടെ ലോൺ എടുത്തതാണ്. എന്നാൽ ഇവർക്ക് 10, 30, 40 പവൻ്റെ അന്ന് കല്യാണം കഴിക്കുമ്പം ജോലി ഇല്ലായിരുന്നു. അന്നേരം ആ വീട് വെച്ചത് ഇവരുടെ ബാങ്കിൽ നിന്നുള്ള ലോണിലെടുത്താ. എൻ്റെ കൂടെ കാശ് അതിൻ്റെ അകത്തുണ്ട്. കൊച്ചിനെ എനിക്ക് വിട്ടുതരണമെന്നും പറഞ്ഞു വെച്ച് ഇപ്പം ഡൈവേഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുക. ഏതായാലും അന്ന് മുതൽ അവർക്ക് ഉറക്കമില്ല. 3, 4 വർഷമായിട്ട് ഉറക്കമില്ല. രാത്രി മുഴുവൻ എന്തെങ്കിലും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അതിനോട് കൂടി ഭയങ്കര കള്ളന്മാർ വരുന്നുണ്ട്. ഇവനെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ ആരെയും വിടുവോ എന്നുള്ള പേടി. ഏതായാലും അമ്മയെ വിളിച്ചു. അച്ഛൻ മരിച്ചുപോയി ഒരു 2 വർഷം മുമ്പ്. ഏതായാലും ഇതാണ് ഭയങ്കര സംശയമാണ്. അതുപോലെ കതവൊക്കെ അടച്ചു കഴിഞ്ഞാൽ രാത്രി ആരെങ്കിലും ഒരനക്കം കേട്ടിയ ഉടനെ തുറന്നു നോക്കും. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ ഈ ബ്ലഡിനോട് അവേർഷൻ, ഉപ്പ് കൂടുതൽ കൂട്ടുക, ഫോളിങ് ഓഫ് ഹെയർ ഉണ്ട്. ഭയങ്കരമായിട്ട് മുടിയുണ്ടായിരുന്ന ഒരു കൊച്ചാണ്. പിന്നെ ഭയങ്കര ഇറിറ്റബിലിറ്റി, ഹോട്ട് പേഷ്യൻ്റാണ്. ഇതെല്ലാം സപ്രസ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഓപ്പൺ എയർ ബെറ്റർ, കോൾഡ് ബാത്ത് ബെറ്റർ. പിന്നെ അതെല്ലാം കൂടെ വെച്ചിട്ട് കൊടുത്ത മെഡിസിന് നേട്രമോറാണ്. ആദ്യം ഇഗ്നീഷ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേട്രമോർ ഫോളോ അപ്പ് ആയിട്ട് കൊടുത്തു. ഇപ്പം ഉറക്കമുണ്ട്. ഞാനിന്നും 9:30 ആകുമ്പം വിളിക്കാറുണ്ട്. അന്നേരം പറയും കിടന്നുറങ്ങിയെന്ന് പറയും. ഇപ്പം വിളിക്കാറില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ചില എക്സസൈസുകളൂടെ ഞാൻ പറഞ്ഞു. അത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. അതുപോലെ തന്നെ ഫോർഗിവ്നെസ്, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ ജേർണൽ എക്സസൈസുകളൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവൾ നല്ലോണം ഉറങ്ങുന്നുണ്ട്. ഒരു 9, 9:30 വരെ ഇരുന്ന് മാനിയൊക്കെ പഠിപ്പിച്ച് വെച്ചും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബോധം കെട്ടുറങ്ങും. രാവിലെ ഇപ്പം 6:30, 7 ആകുമ്പം വിളിക്കണം. കൊച്ചിനെ പഠിപ്പിച്ച് വിടണമെങ്കിൽ വല്ലതൊക്കെ ആകണ്ടേ. അതിന് വിളിക്കുക. എന്നാലേ ഉറങ്ങുള്ളൂ. നല്ല ഉറക്കമുണ്ട്. പഴയതുപോലെയുള്ള സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല.
അങ്ങനെയുള്ള കുഴപ്പമില്ല. ചുമയുണ്ടായിരുന്നു, ഒരു ശ്വാസമുട്ടലുണ്ടായിരുന്നു. അതും നല്ല കുറവുണ്ട്. ഇടയ്ക്ക് ഒരു ഡോസ് ട്യൂബർക്കുലിനും മണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്നേരം നല്ല കുറവുണ്ട്. ഇപ്പം ഓഫീസിൽ ദിവസവും പോകുന്നുണ്ട്. ആദ്യമൊക്കെ ലീവാണ്. അതുകൊണ്ട് ആ ജോലിയും കൂടെ ചെയ്യണം. അന്നേരം രാവിലെ പോയാൽ ഒരു 9 മണിക്ക് പോയാൽ രാത്രി 7:30, 8 ആകാതെ വരികയില്ല. ഇപ്പം ഓഫീസിൽ മറ്റേ ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവ് എടുക്കുമായിരുന്നു. ഇപ്പം ലീവ് എടുക്കുന്നില്ല. ഒരു 75-90% കുറവായി, ബാക്കിയും കൂടെ കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ, പിന്നെ വേറൊരെണ്ണം, ഒരു 53 വയസ്സുള്ള ഒരു ഫീമെയിൽ. അത് മെട്രേജി ആയിട്ടാണ് വന്നത്. അത് പലയിടത്തും പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, അത് കുറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുർവേദം ചെയ്തു, അതിനും കുറഞ്ഞില്ല. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഈയിടെ വന്ന പ്രശ്നം, ഇടത്തെ തോളിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ്, അതുപോലെ തന്നെ അത് വേദനയും. അത് രാത്രിയിലാണ് കൂടുതൽ. ചിലപ്പോഴൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേറ്റിരിക്കണം. പിന്നെ ഈ ടൈറ്റായിട്ടുള്ള ക്ലോത്ത് ഒന്നും കൊടുക്കാൻ, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പലർക്കും മരുന്ന് മനസ്സിൽ വരൂ. പിന്നെ ഹോട്ട് ഫ്ലാഷസ് ഉണ്ട്. 53 വയസ്സാണ്. എപ്പോഴും ഫാൻ ഇല്ലാതെ കിടക്കാൻ പറ്റില്ല. എന്നും കാപ്പി കണ്ടമാനം കുടിക്കും, കൂടുതൽ സംസാരിക്കും, ഇടയ്ക്കൊക്കെ പാമ്പിനെ സ്വപ്നം കാണും, ഹോട്ട് പേഷ്യൻ്റാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ബെറ്റർ ബൈ ദെൻ ഈ മെൻസസ് ആയിക്കഴിയുമ്പോൾ അവർക്ക് പൊതുവെ സുഖമാണ്. അത് ചിലപ്പം ഇറഗുലറാണ്, ചിലപ്പം വരും, ചിലപ്പം വന്നാൽ അത് നിൽക്കത്തില്ല, അങ്ങനെയാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് അഗ്രവേഷൻ ബൈ സൺറൈസിലൊക്കെ പോയാൽ, പടയില്ലാതെ പോയാൽ വളരെ പ്രയാസമാണ്. എപ്പോഴും ഡിപ്രസ്ഡാണ്, സാഡ് മൂഡാണ്. ചിരിക്കാൻ അവരെ കൊണ്ട് പറ്റിയത്, ചിരിക്കേണ്ടതും ഒരു കാര്യം വന്നാൽ പോലും അവർ സീരിയസ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. ഏതായാലും ഡാർക്കസ് 0/3 അവർക്ക് വളരെയധികം കുറവുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് മൂഡ് ചേഞ്ച് വരുമ്പോൾ റെസ്ക്യൂ റെമഡി കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനിയും 1-2 കേസുകളുണ്ട്. ഞാൻ അതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, വേറെയുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, വേറെയുള്ളവർക്ക് വേറെ ആരുടെയും കേസ് പറയാനുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3-4 കേസ് കൂടെ ഉണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കോൺട്രിബ്യൂഷൻ, ഒരു ഡിസ്കഷൻ മോഡിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഓക്കെ, കേട്ടുകൊണ്ടിരുന്ന ഇപ്പം ഏകദേശം 25 മിനിറ്റ് ആയുള്ളൂ. എന്നാലും കൂടുതൽ ഡിസ്കഷനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നമുക്കൊന്ന് പറയാം സാറേ, മറ്റുള്ളവരെ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്കിയും കൂടെ പറയാം. അതെ, നമുക്കൊന്ന് അനൗൺസ് ചെയ്യാം, നമുക്കൊന്ന് പറയാം. കുറുപ്പ് സാറിന് ഈ 4 കേസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും മറ്റ് ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയമോ, അവരവരുടെ ഏതെങ്കിലും ഒരു കേസ് പറയാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് സാറിനോട് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാം എന്നാണ് ഇപ്പൊ സാറ് പറയുന്നത്. അതിനുവേണ്ടി ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്ത് വരണം, എന്നാലേ നമുക്ക് വിളിക്കാനും സൗകര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും എല്ലാവരും റെഡിയാവുക. അവരവരുടെ ഏതെങ്കിലും കേസിലെ സംശയമോ സാറിനോട് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാർ അപ്പോഴത്തേക്കും എല്ലാവരും കേട്ട് ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴത്തേക്കും സാർ ഒരു കേസ് കൂടെ പറയും സാർ. വേറൊരു ടീച്ചർ, ഒരു ഹെഡ് മിസ്ട്രസ് ആണ്, 50 വയസ്സുണ്ട്. അവർക്ക് ഈയിടെയായിട്ട് വേറെ ഹെയർ ഫോളിങ്ങിനാണ് വന്നത്. അവർ സാധാരണ ഈ പ്രീ മാരേജ് കൗൺസിലിംഗ്, പോസ്റ്റ് മാരേജ് കൗൺസിലിംഗും ഒക്കെ എടുക്കുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ടീച്ചറാണ്. അവർ ഞായറാഴ്ചകളിൽ പോയി ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് വെളിയിലോട്ടൊക്കെ പോകാൻ ഇഷ്ടമില്ല, കല്യാണത്തിന് പോകാൻ. പണ്ടൊക്കെ ഇതിനൊക്കെ അവർക്ക് വളരെ സാമർഥ്യമായിരുന്നു. പിന്നെ മറവി, പിന്നെ ഭയങ്കര ഡിപ്രസ്ഡ്, ഒരു മൂഡില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം വീട്ടിൽ. വെളിയിലോട്ടൊന്നും ഇറങ്ങി മറ്റേ എല്ലായിടത്തും ക്ലാസ് എടുക്കാനും വേറുള്ളവരോട് കൂടാനും ഒക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇനി 1-2 വർഷത്തിനകം, 3-4 വർഷത്തിനകം ഇത് പെൻഷനാകും. അന്നേരം എന്നാ ചെയ്യും? പിന്നെ പിള്ളേർ 2 പെൺപിള്ളേരുണ്ട്, അവരെ കല്യാണം കഴിച്ചിട്ടില്ല. ആൻസൈറ്റി ന്യൂറോസിസ് ഉണ്ട്.
കാലില് പണ്ട് വിശർപ്പായിരുന്നു ചെറുപ്പത്തിൽ തൊട്ട്. അന്നേരം ഏതാണ്ട് ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് അത് നല്ലവണ്ണം കുറവുണ്ട്. പിന്നെ ഓപ്പൺ എയർ ആണ് കൂടുതൽ ഇഷ്ടം. ഏതായാലും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ബെറൈറ്റ കാർബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജെൻറ്റിയാനും കൊടുത്തിട്ടുണ്ട്. അത് 75% കുറവ് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ജെൻറ്റിയാനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ റെമഡിയാണ്. ഇപ്പോൾ ഒരു ഏകദേശം 75-80% കുറവുണ്ട്. തീർത്തു മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയും 2-3 കേസ് കൂടെ ഉണ്ട്. അത് പറയണോ? ആരെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതല്ലേ ഡിസ്കഷൻ അല്ലേ കുറച്ചുകൂടെ നല്ലതെന്ന്. ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് പങ്കുവെക്കാനുണ്ടെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ നമ്മൾ എന്നും മെറ്റിയാമെഡിക്കായും ഓർഗണോണും പ്രാക്ടീസ് ഓഫ് മെഡിസിനും ദിവസം 2 മെഡിസിനും പഠിക്കണം. അതുപോലെ ശരിക്ക് കേസ് എടുക്കണം. കേസ് എടുക്കുക ശരിയായില്ലേ അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ അതുപോലെ നല്ല കോൺഫിഡൻസ് ഓരോ ദിവസം വരണം. അതും ഇതും കാടേലും പടപ്പേലും തല്ലിയാലും റിസൾട്ട് കിട്ടും. ഏതെങ്കിലുമൊക്കെ പൊട്ടക്കണ്ണൻ മാവേലെറിയുന്ന മാതിരി കൊടുത്താലും റിസൾട്ടൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് വരിക. നമ്മൾ ഓരോ കേസും കറക്റ്റ് ചെയ്ത് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടും. അതുകൊണ്ട് നമുക്ക് ഏത് കേസുകളും എത്ര സീരിയസ് ആയിട്ടുള്ള കേസുകൾ എടുക്കാനും നമുക്ക് മനസ്സ് വരും. അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ആർക്കെങ്കിലും ചോദിക്കാനോ ഇത് കൂടുതൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചേർക്കാനോ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ഒരുപാട് പേര് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരിരിപ്പുണ്ട്. പലരെയൊക്കെ ഞാൻ കണ്ടു. പലരൊക്കെ കയറി മുടിഞ്ഞു നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ കുറച്ച് പേരൊക്കെ കൂടുതലുണ്ട്. ഇപ്പം ഇവിടെ 77 പേരിരിപ്പുണ്ട്. 77 പേരിൽ ഒരുപാട് പേരും ഡോക്ടർമാരാണ്. അല്ലാത്തവരുണ്ട്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സാറിനോട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. എന്നെയാണ് ഉദ്ദേശിച്ചത്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനൊരു ഹോമിയോപ്പതി മരുന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നിട്ടെന്ന് പറയാം. അതിന് നമ്മളെത്തി മരുന്നുണ്ട്. സാറ് മറ്റേ ആ ചുമക്ക് ഗ്യാസിന് മെഡിസിനാ കൊടുത്തത് സാറ്? കാലിക്കാർബല്ലേ? കുറയാതെ വന്നാൽ ഞാൻ ഇടയ്ക്ക് ട്യൂബർക്കുലിനും കൊടുക്കാറുണ്ട്. ട്യൂബർക്കുലിനോ ബേസിലിനോ ട്രോസാറോ ഇതിലേതാണ്. സരിത് കുമാർ ഉണ്ട്. സരിത് കുമാറിന് വല്ലതും പറയാനുണ്ടോ? അല്ല, സാറിനോട് സംസാരിക്കാനുണ്ട്. പുള്ളി ഇടയ്ക്ക് വന്നിട്ട് ഡിസപ്പിയർ ആയിട്ട് വീണ്ടും കയറി വന്നാ. ഞാന് ഈ സാറിന്റെ ഈ പുറയിലത്തെ ഫോട്ടോ കണ്ടിങ്ങനെ പണ്ടടിച്ചിരിക്കുവായിരുന്നു. എന്ത് ഭംഗിയായിട്ടാ പുറയിലത്തെ ഫോട്ടോ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈയിടെയുണ്ടായ ഡെവലപ്മെന്റ് അല്ലേ. ഓരോ ദിവസം ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണി വരെ ഇത് പഠിത്തമാ. ഇത് നമുക്കിത് ആർക്കും പറ്റാത്ത കാര്യമാണല്ലോ സാർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഫോട്ടോ ഒക്കെ പുറകില്. അതൊക്കെ ഇതിന്റെ പല പരിപാടികളാണ്. അതൊക്കെ നമ്മുടെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഉള്ളിയോടി ചോദിച്ചാൽ പറയും ഡോക്ടർ ഹുബർട്ട് ഇതിന്റെയൊക്കെ ആശാന. നിങ്ങളുടെ ഷർട്ട് എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ അലൂമിനി അസോസിയേഷൻ എന്നാ വരാത്തത്? നമ്മുടെ ഒരു അലൂമിനി അസോസിയേഷൻ, ഹോമിയോപ്പതി കോളേജിന്റെ അലൂമിനി അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒന്നും നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നുകൊണ്ടാണ് അയക്കാഞ്ഞത്. എല്ലാ ശനിയാഴ്ചയും 8 മണി തൊട്ട് 9 മണി വരെയുണ്ട്. ശനിയാഴ്ച ഈ കോട്ടയത്തിനെ വൈഫിനെ വിളിക്കാൻ പോകുന്നോണ്ടുള്ള പ്രശ്നം. ശനിയാഴ്ച 8 മണിക്കല്ലേ? ആയിക്കോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, കണ്ടോ? എന്നാ പറയാനുള്ളത് ഡോക്ടർ ഹുബർട്ട്? സാറ് ചികിത്സിക്കുന്നത് എന്തോ ആരോ എന്തോ പറയാൻ സാറ് സാർ പറഞ്ഞോളൂ. സാറേ, ഈ ചുമ ഇപ്പൊ ഈ വല്ലാതെ തൊണ്ട കുത്തിയുള്ള കൂടുതൽ ചുമ കാണാറുണ്ടേ. അപ്പൊ അതിന് കാർബോവേജ് ഹൈ ഡോസ് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. നമ്മൾ കുത്തി ചുമ, അത് ഈ കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെ വരുന്ന ചുമയാന്ന് തോന്നി ഇപ്പൊ വരുന്നത്. അപ്പൊ അതിന് കാർബോവേജ് 10 നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കാമെങ്കിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നുണ്ട് ചുമയുടെ കാര്യത്തിൽ. ഒരു പുതിയ അറിവാണ്, ഇതുവരെ കേട്ടിട്ടില്ല. കാർബോവേജ് 10 ചുമയ്ക്ക്
കൊടുത്തായിട്ട് എന്തായാലും അതൊരു പുതിയ ഇപ്പൊ ഈ വരുന്ന ചുമ നമ്മൾ നോക്കിയേ കാണേ കുത്തി കുത്തി തൊണ്ട കുത്തി ഒരു വല്ലാത്ത ശ്വാസം മുട്ടലോട് കൂടി ചുമ. അത് അത് കോവിഡ് വന്ന ആ കാലഘട്ടം പോലൊരു ചുമയാണ്. അതിന് ആ. നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി കാർബോവേജ് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ 2 മണിക്കൂർ ഇടവിട്ടൊന്ന് കൊടുത്തു നോക്കൂ. വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇനി അതൊന്ന് പരീക്ഷിക്കുന്നതാണ്. ഡോക്ടറെ, അങ്ങനെയുള്ള കേസ് ഞാൻ എന്നാണ് കൊടുക്കുന്നത്. കോക്കസ്കാക്ടി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് നമ്മുടെ പാദക്കിന്റെ റെപ്പാർട്ടറി, ഇറിറ്റേഷൻ ഇൻ ദി ത്രോട്ട്. ഏതാ പൊട്ടൻഷ്യൽ സാറേ? ഞാൻ 0/3 കൊടുക്കുന്നത്. അല്ല, അത് കഫത്തോട് കൂടിയാണെങ്കിലും കൊള്ളാമോ സാറേ? കഫത്തോട് കൂടി ആണെങ്കിലും വരും. ഞാൻ അതിന്റെ കൂട്ടത്തിൽ നാട്രസെപ്പ് 6X കൊടുക്കും. പിന്നെ അത് കൂടാതെ അഗ്രാഫിസ് മദർ ടിഞ്ചർ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെഡിസിൻ ടു ത്രോട്ട് ഏരിയയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അഗ്രാഫിസ്. ഇത്രയും കൊണ്ടാണ് ഞാനത് കൈകാര്യം ചെയ്യാറുള്ളത്. ഇതവരെ ഫെയിൽ ആയിട്ടില്ല. ഞാനിത് ഡോക്ടർ സരിത് കുമാർ പറഞ്ഞപ്പം ഓർമ്മ വന്നുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത് ശരി. അഗ്രാഫിസ് സാധാരണ അഗ്രാഫിസ് അഡിനോയിഡ്സിനൊക്കെ കൊടുക്കും. അതെ, അത് ത്രോട്ടിന്റെ ആ ഭാഗത്തുള്ള ഏതൊരു അസുഖത്തിനും അതിന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഗ്രാഫിസ് ഒന്ന് വായിച്ചു നോക്കും. എന്നാലും ചില അഫിനിറ്റി ഉണ്ട് ചില ഡിസീസിനും. ഏരിയക്ക് ചില മെഡിസിന് ചില പ്രത്യേക അവയവങ്ങളുടെ അഫിനിറ്റി. അതെ അതെ, അഫിനിറ്റി ഉണ്ട്. അതങ്ങനെ കൊടുക്കും. അടുത്ത സോയ ഈപ്പൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചോദിക്കാനുള്ളത് നോക്കാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ സരിത് കുമാർ, കണ്ടതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലും വളരെ സന്തോഷം. സാറേ, ഈ കുളിക്കുമ്പോൾ ശ്വാസം മുട്ട് കൂടുന്നു എന്ന് പറഞ്ഞ കേസിന് എന്ത് കൊടുക്കാൻ പറ്റും? COPD കേസായിരുന്നു. COPD ഒക്കെ ഭയങ്കര ആശ്വാസമുണ്ട്. എന്നാ ചെയ്യുമ്പോഴാ ആശ്വാസം? COPD കേസായിരുന്നു. അതിപ്പോ ശ്വാസം മുട്ടൊക്കെ നല്ല ആശ്വാസമുണ്ട്. പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞത് കുളിക്കുന്ന സമയത്ത് ശ്വാസം മുട്ട് വരും. അതായത് നമ്മൾ കപ്പൊക്കെ എടുത്ത് വെള്ളം മേത്തോട്ട് ഒഴിക്കാനും കുനിയാനൊക്കെ ഒരു പ്രയാസം. അന്നേരം ശ്വാസം മുട്ട് വരും. എന്നാലും ശ്വാസം മുട്ടൽ വരും കുനിയുമ്പോ. 75 വയസ്സുള്ള ആളാ. പ്രധാനമായിട്ട് കുനിയുമ്പോഴെന്നല്ല പറയുന്നത്, കുളിക്കുമ്പോഴെന്നാണ് സാറേ പറയുന്നത്. കുളിച്ചു കഴിയുമ്പോഴേക്ക് ശ്വാസം മുട്ടും, പിന്നെ കിടക്കണം എന്ന് പറയണേ. ഇത്രയുള്ള വേറെ സിംറ്റംസ് ഒന്നും ഇല്ലേ? ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ ഇപ്പം ആശ്വാസമായിട്ടിരിക്കുന്ന. COPD ആയിരുന്നു. ഇപ്പം മറ്റുള്ള സമയത്തൊന്നും ശ്വാസം മുട്ടില്ല. അങ്ങനെ മറ്റേ ഇൻഹേലർ ഒക്കെ എടുത്തോണ്ടായിരുന്നത്. അതിപ്പോ നമ്മൾ ഹോമിയോ മെഡിസിൻ കൊണ്ടെല്ലാം മാറി. കുളിക്കുന്നത് ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ ഡോക്ടറെ? ഇളം ചൂടുവെള്ളത്തിലാണ് അവരൊന്നും കുളിക്കുക. മെഫൈറ്റിസ് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. മെഫൈറ്റിസ്. അത് നമുക്ക് എത്ര പിന്നെ ബെൻഡിങ് കൂടുതലാണോ കുറവാണോ പറഞ്ഞ്? ബെൻഡിങ്ങിൽ കൂടുകയെന്ന് പറഞ്ഞേ. സ്പോഞ്ചിയായും വരാം. സ്പോഞ്ചിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ COPD മാറ്റിയത്. അതെ, അന്നേരം കറക്റ്റാ മെഡിസിൻ കൊടുത്തത്. കറക്റ്റാ, അല്ലെങ്കിൽ മാർഗമില്ലല്ലോ. പക്ഷെ ഈ ഒരു സിംറ്റം മാത്രം ബാക്കി നിൽക്കുന്നു. ഈ ഒരു സിംറ്റം മാത്രം ബാക്കി നിൽക്കുന്നു. അത് ഒരു ഡോസ് ട്യൂബർക്കുലിൻ കൊടുത്തിട്ട് വീണ്ടും സ്പോഞ്ചിയ തന്നെ 0/3 കൊടുത്തു നോക്കി. അതിന്റെ കൂട്ടത്തിൽ നാട്രസെപ്പ് കൂടെ കൊടുത്തേ 6X. ഞാൻ കൊടുത്തതാ. അന്നേരം കറക്റ്റാ, പ്രിസിഷൻ കറക്റ്റാ. അതിന്റെ പൊട്ടൻസിയോ റെപ്പറ്റീഷനോ എവിടെയും ശരിയാകാതുണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ വിളിച്ചാൽ ഞാൻ റെപ്പർട്ടൈസ് ചെയ്ത് മെഡിസിൻ കമ്പാരിറ്റീവ് സ്റ്റഡി കണ്ടുപിടിച്ചിട്ട് പറയാം. എൻ്റെ ഫോൺ നമ്പർ അറിയാവോ? ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ എപ്പോഴേലും സമയമുള്ളപ്പോ പറഞ്ഞാല് ഞാനത് കണ്ടുപിടിച്ചിട്ട് ഈ മൊത്തം നോക്കിയിട്ട് സിംറ്റംസ് എല്ലാം നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് അറിയിക്കാം. കാരണം ഇപ്പോഴുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും ഹനുമാൻ പറഞ്ഞ മാതിരി എവറി കേസ് ഈസ് എ ന്യൂ കേസ്. ഞാൻ ഇതങ്ങ് മറക്കും. അത് കഴിഞ്ഞിട്ട് ഏതൊരു കേസ് എടുത്താലും ഞാനതൊരു പുതിയ കേസായിട്ടേ വരുള്ളൂ. പ്രിജുഡിസ് ഒരിക്കലും എൻ്റെ മനസ്സിലില്ല. ഇതുകൊണ്ട് കുറയും അതുകൊണ്ട് കുറയുമെന്ന് പറയാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല. പലപ്പോഴും നമ്മൾ റെപ്പർട്ടൈസ് ചെയ്യുമ്പോൾ ന്യൂ മെഡിസിൻസ് കൂടുതലും വരും. അതുപോലെ ഇൻഡിവിജ്വലൈസ് ചെയ്യുമ്പോഴും കൂടുതൽ വരും. ചിലപ്പം ഇത് എനിക്ക് എൻ്റെ ഒരു ഐഡിയ കൂടെ പറഞ്ഞോട്ടെ ഇവിടെ. ഇപ്പം അതായത് ഞാൻ ഡിസീസ് 3 തരത്തിലാണ്. നമ്മൾ അക്യൂട്ട്, ക്രോണിക്, സബ് അക്യൂട്ട്.
ഞാനിവിടെ എൻ്റെ അനുഭവത്തിൽ 3 തരത്തിലുള്ള ഡിസീസ് വേറെ എൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്ന് സിംറ്റമാറ്റിക്, ഒന്ന് പതോളജിക്കൽ, ഒന്ന് രണ്ടും കൂടെ സിംറ്റമാറ്റിക്കലും പതോളജിക്കലും കൂടിയാണ്. അത് സിംറ്റമാറ്റിക് കുറച്ചുകൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഈസിയാണ്. മറ്റേത് കുറച്ചുകൂടെ ഒട്ടും ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് പതോളജിക്കലാണ്. അപ്പം അന്നേരം അത് പല മെത്തേഡുകളും നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കേസ് ടേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാനും പേഷ്യൻ്റ് ഏത് തരത്തിലാണ്, പേഷ്യൻ്റ് ഏതാണ് നമ്മൾ ചോദിക്കുകയല്ലേ, ഹു ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഡോക്ടർ ശ്രീധരക്കുറുപ്പ് എന്ന് പറയുന്നതല്ല. എൻ്റെ ഉള്ളിലുള്ള ആര് എന്ന് പറഞ്ഞോട്ട് എൻ്റെ ഉള്ളിലുള്ള ഏത് മെഡിസിനാണ് എനിക്ക് ആവശ്യമെന്നുള്ളത് രോഗികൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കത് മനസ്സിലാകാത്തതാണ്. അത് കണ്ടുപിടിച്ചിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെയധികം രോഗങ്ങളെ നമുക്ക് കുറവാക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും സാറിനോട് സംശയങ്ങൾ ആരെങ്കിലും സാറിനോട് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയമില്ല, കോൺട്രിബ്യൂഷൻ വേണേലും ചെയ്യാം. അതെ, ദേവൻ ഡോക്ടർ ഒക്കെ ഉണ്ടല്ലോ, ദേവൻ ഡോക്ടർ ഉണ്ട്, ശാന്താചന്ദ്രൻ മാഡത്തിനെ കണ്ടു. അവരൊക്കെ നമ്മളെക്കാട്ടി കൂടിയ ആൾക്കാരല്ലേ, അവർക്ക് നമുക്ക് പറഞ്ഞു തരാനേ കാണത്തുള്ളൂ. വിഷ്ണുരാജൻ ഡോക്ടർ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ സ്വന്തം അനുഭവങ്ങൾ പറയാനോ ഉണ്ടോ? രണ്ട് തരത്തിലാ ചോദിക്കാൻ വരാത്ത. എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയാൻ മേലാത്തവരും ചോദിക്കും. അല്ലെ ഒന്നും മനസ്സിലാകാത്തവർക്കും ചോദിക്കാൻ പറ്റിയല്ല, അല്ലെ എല്ലാം അറിയാവുന്നവർക്കും ചോദിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം അറിയാവുന്ന കുറെ പേര് ഇതിനകത്തിരിപ്പുണ്ട്. അതാണ് കാരണം ഈ 10,300 ദിവസത്തെ ക്ലാസ് കൊണ്ട് എല്ലാവരും നമ്മളെക്കാട്ടിലൊക്കെ അങ്ങേയറ്റത്തെ ഉയർന്നു പോയവരാ. അവർക്ക് മിക്കവാറും എല്ലാം മനസ്സിലായി കാണും. ഇത് കയറിയിട്ടുള്ളത് 77 പേരുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും കൂടുതൽ 50-നും 60-നും ഒക്കെ കൂടുതൽ പേര് കയറുന്നുണ്ട്. അവർക്കൊക്കെ നമ്മളെക്കാട്ടി കൂടുതൽ അറിവുണ്ട്. ഇത് കേട്ട് 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 ഇപ്പം അല്ല, അറിവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓരോ ദിവസം കുറച്ചതുപോലെ നമുക്കും കൂടെ പറഞ്ഞു തന്നാൽ നമുക്കും കൂടെ അത് അറിയാമായിരുന്നു. ഓരോ അറിവുകളും പുതിയതായിരിക്കും ഓരോരുത്തർക്കും അറിയാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സരിത് കുമാർ ഡോക്ടർ പറഞ്ഞ കണക്ക് കാർബോഹൈഡ്രേറ്റ് എന്നമ്മ ആരും പ്രതീക്ഷിക്കാത്തൊരു മെഡിസിൻ ആയിരിക്കും കഫിന് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തര് അനുഭവത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ എനിക്ക് വേറെ ഈയിടെ ഒരു കേസ് കിട്ടി. ആ കേസ് ആള് വന്നത് ഒരു ചുമയായിട്ടാണ്, രാത്രി ചുമ. പല അലോപ്പതി മരുന്നുകളും കഴിച്ചു, എന്നിട്ടെങ്ങും കുറവില്ല. ആരും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അത് ചോദിച്ചു വന്നപ്പം അവർക്ക് റുമാറ്റിക് കംപ്ലൈന്റ് ഉണ്ട്, ആർത്രൈറ്റിസ് പ്രോബ്ലം ഉണ്ട്. പിന്നെ ചോദിച്ചു വന്നപ്പം അവർക്ക് ഒരു 67 വയസ്സുണ്ട്. അപ്പം ചോദിച്ചു വന്നപ്പം തുമ്മലോ ചുമയോ കൂടുതൽ വർത്താനം പറയുകയോ സ്ട്രെയിൻ ചെയ്താൽ മൂത്രം പോകും. പിന്നെ അന്നേരം ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും മറുകുകളുണ്ടോ? അന്നേരം പറഞ്ഞു തൊടയിലൊരു മറുകുണ്ട്, വയറ്റിൽ ഈ ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു മറുകുണ്ട്. അത് എത്ര നാളായി? അതൊരു 10 വർഷമായി. പിന്നെ ഈ ചുമ തുടങ്ങിയിട്ടോ അതും 4-5 വർഷമായി. പിന്നെ ഈ മറുക് തുടങ്ങിയിട്ടോ അത് ചെറുതായിരുന്നു, 10 വർഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇച്ചിരിച്ചിരി വലുതാകുന്നുണ്ട്. പിന്നെ കാലിൻ്റെ ഈ ജോയിൻസിനെല്ലാം വേദന. ഏതായാലും എല്ലാം കൂടെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് വെച്ച് നോക്കിയപ്പോൾ പോസ്റ്റിക്കാണ് കിട്ടിയത്. റെപ്പർട്ടൈസ് ഒക്കെ ചെയ്തപ്പം പോസ്റ്റിക്കം 0/3 കണ്ടിന്യൂസ് കൊടുത്തു, കംപ്ലീറ്റ് മാറി. അതാണ് ഒരു കേസ്. പിന്നെ ഈയിടെ വേറൊരു കേസ്, ഇത് ADHD കിട്ടി. അതൊരു 8-10 വയസ്സുള്ള പയ്യനാണ്. പയ്യന് പലയിടത്തും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. സൈക്കോളജിയും സൈക്കാട്രിയും പിന്നെ എന്നാ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റും ഒക്കെ കഴിഞ്ഞതാണ്. ഒക്കെ കഴിഞ്ഞ് അമൃതായിലും ഒക്കെ ട്രീറ്റ് ചെയ്തതാണ്. എന്ന് കഴിഞ്ഞിട്ട് പുള്ളി ഹോമിയോപ്പതിയിൽ ഇതിന് മെഡിസിൻ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഏതായാലും സിംറ്റം ടോട്ടാലിറ്റി ഒക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല പയ്യൻ, ഇങ്ങനെ ഓടി നടക്കുക. അതുപോലെ വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ വേണ്ടി ഇപ്പം എല്ലാവരുള്ള പൊതുവേ ഉള്ള പിള്ളേർക്കുള്ള സോക്കേടാണ്. പലരും
ഇരുന്ന് വായിക്കത്തില്ല. നമ്മളെ കൂട്ടൊക്കെ നമ്മൾ പേടിച്ചിരുന്ന് ഈ മനസ്സിലായില്ലേലും കേൾപ്പിക്കാനെങ്കിലും വല്ലതൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല, ഇരിക്കുകയില്ല. റെസ്റ്റ്ലെസ് ആണ്. ഏതായാലും ഫിസിക്കൽ മെന്റൽ റെസ്റ്റ്ലെസ്. ഒരിടത്ത് അടങ്ങിയിരിക്കുക, ഇങ്ങനെ ഓടി നടക്കുക. ഏതായാലും ആർസനിക് കാർബ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇപ്പം ഒരു 95% കുറവുണ്ട്. ഏകദേശം ഒരു 9 months കൂടുതലായി ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇരിക്കും, പഠിക്കും, വായിക്കും, ഓടി നടപ്പ് കുറഞ്ഞു. മറ്റേ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങ് ഓടുവാനും അതൊക്കെ നിന്നു. അത് ആർസനിക് കാർബ് 0/3 കൊടുത്തത്. ഇപ്പം വളരെ കുറവുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്രഹ്മി മദർ ടിഞ്ചറൂടെ കൊടുക്കാൻ പറഞ്ഞു. അതുകൂടെ കൊടുത്തിട്ടുണ്ട്. വളരെയധികം കുറവുണ്ട്. തീർത്ത് മാറി എന്ന് വേണം പറയാം. പക്ഷെ അവരോട് മരുന്ന് നിർത്തിക്കളാൻ പറഞ്ഞാൽ അവർക്ക് പേടിക്കുകയാണെന്നാണ് പറയുന്നത്. അല്ല, അവരൊരു പ്രാവശ്യം എന്തോ ഒരു ഇഞ്ചുറി വന്നപ്പം കാലിലോ മറ്റോ ഏതാണ്ട് മുറിഞ്ഞപ്പം കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേന് നിർത്തിയപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നപ്പോൾ അവർക്ക് അത് പിന്നെ നിർത്താൻ പേടിയാണ്. പിന്നെ ഞാൻ കുറച്ച് പ്ലാസിബോയും ഡിസ്കൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ, ചിലർക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിർത്താൻ പറഞ്ഞാലും പേടിയുള്ളവരുണ്ട്. പിന്നെ ഒരു ഫോളിങ് ഓഫ് ഹെയർ വിത്ത് ഡയബറ്റീസ്. അത് ഒരു സ്ത്രീയാണ്. തലയിലെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും വട്ടത്തി മുഴുവൻ പോവുക. ഒരു 48 വയസ്സുണ്ട്. അവർ ഡയബറ്റീസ് ആയിട്ട് 5-6 വർഷമായി. ഒരു ഭർത്താവിനോട് ഭയങ്കര ഒരു ഈർച്ച, ഒരകലിച്ച. പിന്നെ ഈ ഫോളിങ് ഓഫ് ഹെയർ, ഡയബറ്റീസ് കുറേ വർഷങ്ങളായി. 146, എൻ്റെ അടുത്ത് വരുമ്പോൾ 146 ഫാസ്റ്റിങ്ങും BP 191 ഉണ്ട്. ഫോളിങ് ഓഫ് ഹെയർ ആണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഡയബറ്റീസിൻ്റെ പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അത് ആംബിതെർമലാണ്. ചൂടും സഹിക്കാൻ പറ്റിയല്ല, ഇതും സഹിക്കാൻ പറ്റിയല്ല. എപ്പോഴും എയർ കണ്ടീഷൻ പാടിയിരിക്കണം. എന്നാലേ അതൊരു 26-നും 28-നും ഇടയ്ക്കാകണം. അത് ഈ കൂടാനും പാടില്ല, കുറയാനും പറ്റിയത്. ദാഹം എപ്പോഴും തരുതര വെള്ളം കുടിക്കും. ഈ എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ശരീരം വിശർക്കാറുണ്ട്. പിന്നെ ഈ ഇടിയൊക്കെ മിന്നലിനോട് ഭയങ്കരമായ പേടിയാണ്. പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ പേടി. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടും ഈ ഫോളിങ് ഓഫ് ഹെയർ, ഇതെല്ലാം കൂടെ ഓവർ സെൻസിറ്റീവ്നെസ് എല്ലാം കൂടെ വെച്ചിട്ട് കൊടുത്ത് ഫോസ്ഫറസ് 0/3. ഡയബറ്റീസും കുറഞ്ഞു. അതുപോലെ അവർക്ക് നാട്രമൂർ 6X കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ ഡയബറ്റീസും കുറഞ്ഞു. അതുപോലെ തന്നെ ആ പോയ ഹെയർ എല്ലാം തിരിച്ചു വന്നു, കുറേശ്ശെ പിടിച്ചു വന്നു. പിന്നെ ഒരു കേസ് എനിക്ക് അത് ഓൺലൈനിൽ ഫോട്ടോയാണ് വന്നത്. അതായത് പുരിയവും ഈ ആക്സിലറിയും പുബിക് ഹെയറും ഒക്കെ വരെ പോവാം. ഒറ്റ ഹെയർ നീപ്പില്ല. മേത്തെങ്ങും ഒരു തരി പോലും ഹെയർ ഇല്ല. അത് കൊടുത്ത് കാലികാർബ് 0/3. കാലികാർബ് അത് റെപ്പട്രൈസ് ചെയ്താൽ കണ്ടുപിടിച്ചത്. പുരിയത്തേത് പോവുക. പിന്നെ ഈ ഇതുണ്ടല്ലോ ഐലാഷസ്, നമ്മുടെ ഈ അവിടെ നിന്നൊക്കെ ഉള്ള എല്ലാ രോമവും പോവാ. കംപ്ലീറ്റ് രോമങ്ങളുള്ളത് കാലികാർബാണ്. അത് റെപ്പട്രൈസ് ചെയ്ത് കിട്ടിയത്. അതിനും നല്ലൊരു റിസൾട്ട് കിട്ടി. ഇതൊക്കെയാണ്. ഇത് ഇനി 1-2 കേസ് കൂടെ വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്ത ഒരു ഫോളിങ് ഹെയർ. അന്നേരം ഇതിൻ്റെ അകത്ത് ഫോളിങ് ഹെയറിന് ഞാൻ എല്ലാവർക്കും ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഞാൻ സാധാരണ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പറയാറുണ്ട്. ഉണ്ടാക്കി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൊടുക്കും, ഇപ്പോഴും പറഞ്ഞു കൊടുക്കും. അവരോട് മേടിക്കാൻ പറയും. ഇത് ഡാൻഡ്രഫും പോകും. അർമോറേസിയ സദൈവ ടിഞ്ചർ ഇപ്പം എവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ, ഞാൻ കുറിച്ച് കൊടുക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ മേടിച്ചോളാൻ പറയും. എംബ്രേഷ്ക ഓഫിഷനാലിസ് ടിഞ്ചർ, സിനാന്തസ് ടിഞ്ചർ, ആർണിക്ക ടിഞ്ചർ, ഇതെല്ലാം ഓരോ സ്പൂൺ എടുത്തിട്ട് ഒരു 100 ml കോക്കനട്ട് ഓയിലിലോ അല്ലെങ്കിൽ ഏതാ തലയിൽ പുരട്ടുന്ന അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുരട്ടിയാൽ ഡാൻഡ്രഫും പോകും,
ഹെയർ ഗ്രോത്തും ഉണ്ടാവും. ആ മെഡിസിൻ 3 ഒന്നുകൂടെ ഒന്ന് പറയണേ. ആർമിക്ക മദർ ടിഞ്ചർ, സിനാന്തസ് മദർ ടിഞ്ചർ, സിയോനാന്തസാ, എംബോളിക്ക ഒഫിഷ്യനാലിസ് ടിഞ്ചർ, എംബോളിക്ക AMBLICA ടിഞ്ചർ, ARMORSCA അർമോറിക്ക സദൈവ SAT ടിഞ്ചർ. ഇതെല്ലാം ഓരോ സ്പൂൺ വീതം എടുക്കുക. 100 ml ഏത് ഓയില, വെളിച്ചെണ്ണയാണ് പുരട്ടുന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ പുരട്ടി കുളിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ മുമ്പ് പുരട്ടാം. കുളിക്കുന്നതിന് മുമ്പ് 1-2 മണിക്കൂർ മുമ്പ് പുരട്ടാം. കുളിച്ച് കഴിഞ്ഞിട്ടും പുരട്ടാം. കുറച്ച് നാൾ കഴിയുമ്പോൾ 1-2 ആഴ്ച കഴിയുമ്പം ഡാൻഡ്രഫും പോവും, മുടി വളരാനും തുടങ്ങും. പിന്നെ വേറൊരു കേസ് കൂടെ ഞാൻ പറയാം. ഒരു 18-19 ഉള്ള കൊച്ചിൻ്റെ മുഴുവൻ തലമുടി ഇത് ഗ്രേഷായിട്ട് വന്നു. ഗ്രേഷായിട്ട് വന്നപ്പം അത് കരഞ്ഞോണ്ടാണ് വരുന്നത്. എൻ്റെ കല്യാണം നടക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നെ ഇനി ആരെങ്കിലും കിട്ടുമോ? അത്രയ്ക്ക് എല്ലാം മുടി നരച്ചു. അത് കൊടുത്ത മെഡിസിൻ ലൈക്കോപോഡിയാണ്. ലൈക്കോപോഡി ഈസ് എ വണ്ടർഫുൾ മെഡിസിൻ ഓഫ് എർലി ഗ്രേഷ്യസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഡോസേജ് 0/3 അത് കുറച്ച് നാളത്തേന് ഞാൻ കൊടുത്തു. ദിവസം രാവിലെ ഒരു ഡിസ്റ്റർ വാട്ടർ മേടിച്ചിട്ട് ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 4-5 പിൽസ് എടുത്തിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഓരോ സ്പൂണ് വീതം 4 മണി വരെ കഴിക്കാൻ പറയും. 4 മണി വരെ കഴിക്കണ്ട, പിന്നെ പിറ്റേ ദിവസം കഴിച്ചാൽ മതി എന്ന് പറയും. അത് തീരുന്നിടം വരെ. പിന്നെ ഇത് ഈ പറഞ്ഞ ഡാൻഡ്രഫിനും ഇതിനുമുള്ള ആ ഇതും കൊടുത്തു. എണ്ണ മിക്സ് ചെയ്ത് പുരട്ടി. അതിനും ഒരു 90% മാറി. എനിക്ക് തന്നെ അതിശയം തോന്നി. ഇതൊക്കെ ഹോമിയോപ്പതി കൊണ്ട് തന്നെ പറ്റുന്നതാണല്ലോ എന്നുള്ള അതിശയം വരെ തോന്നി. മാത്രമേ കൊടുത്തോളൂ സാർ? അത് മാത്രമേ കൊടുത്തു. ഇപ്പൊ 47 സാറ്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കഷനിലേക്കും അഭിപ്രായങ്ങളിലേക്കും ഒക്കെ പോകാം എന്ന് തോന്നുന്നു. അഥവാ നമുക്ക് ഹരിഹരൻ സാർ വീഡിയോ ഓണാക്കിയിരിപ്പുണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സാറിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങളോ പറയുന്നുണ്ടോ എന്ന് ചോദിക്കാം. പുള്ളിയുടെ മുമ്പിൽ നമ്മളൊക്കെ ആരാ? ഒന്നുമല്ല. പുള്ളിക്കെല്ലാം അറിയാം. ഒരുമാതിരി സ്ഥിരം ചെയ്യുന്നതന്നെ. ഞാൻ പല കോഴിയുടെ കീഴെ ഈ മുട്ട വെക്കുന്ന കാരണം ഏതെങ്കിലുമൊക്കെ വിരിയല്ല. പുള്ളി അങ്ങനെയല്ല, ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന. അർജുനന്റെ കാര്യം പറഞ്ഞോട്ടാ, ഒരേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർഷങ്ങളോളം ഒരേ സ്ഥലത്തിരുന്ന് നല്ല പ്രാക്ടീസും കാര്യങ്ങളും പേരും പെരുമയൊക്കെ ഉള്ള ആളാണ്. ഓക്കെ, എന്തായാലും അങ്ങനെയുള്ള ഹരിഹരൻ സാറിനോട് തന്നെ നമുക്ക് ഇനി ചോദിക്കാം. ഇതൊക്കെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഡോക്ടറെ. ഞാന് ഒരു ചെറിയ പ്രാക്ടീഷണർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. വല്ലപ്പോഴൊക്കെ വരും മരുന്ന് കൊടുക്കാൻ. പക്ഷെ ഡോക്ടർ ശ്രീധരക്കുറുപ്പുമായിട്ട് എനിക്ക് എന്നെ കമ്പയർ ചെയ്യുകയേ ചെയ്യരുത്. ഹീസ് എ ജൈജാന്റിക് പേഴ്സണാലിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് തോന്നും. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എളിമയുള്ളത് നല്ലത്. എന്തായാലും ഞാൻ ഒരു അപ്രീസിയേഷൻ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ഓൺ ചെയ്തതാണ്. അതായത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം വിവരിക്കുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ അതിശയമാണ്. ഇത്രയൊക്കെ രോഗങ്ങളൊക്കെ ഇദ്ദേഹം എത്ര ഈസി ആയിട്ടാണ് ഭേദമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആയുരാരോഗ്യങ്ങളും കൂടി അദ്ദേഹം ഇനിയും അപ് ടു 100 ഇയേഴ്സ് കഴിഞ്ഞ് വേണ്ട, അപ് ടു 100 ഇയേഴ്സ് ആരോഗ്യമായിട്ട് ചികിത്സയുമായിട്ട് ജീവിക്കട്ടെ എന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്തായാലും ഞങ്ങളും പ്രാർത്ഥിക്കാം. അതെ, അതാണ് വേണ്ടത്. ഞാനൊന്നും മരിച്ച മാതിരി ആയത് ആക്സിഡന്റ് ആയി. സത്യത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ചില സുഹൃത്തുക്കള്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ വന്ന് അന്ത്യകുദാശ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു അന്ത്യകുദാശയുണ്ട്, അതുവരെ തലയെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്ന 10 വർഷം മുമ്പ്. അതുകൊണ്ടാണ് സാറ് 100 വയസ്സ് വരെ ഇരിക്കാനുള്ള ആളാണ്. അതുകൊണ്ടാണ് അതൊക്കെ രക്ഷപ്പെട്ടത്. ചുമ്മാ പറഞ്ഞതല്ല, ഇതൊരു സത്യ. അന്നേരം പലരുടെയും
പ്രാർത്ഥനയുണ്ട്, പലരുടെയും ഇത് അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാ ഞാൻ അതുകൊണ്ട് മാത്രമല്ല സാറേ, സാറിനെ കൊണ്ട് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ കുറയാനും ഗുണമുണ്ടാവാനും ഒക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു ഡോക്ടർ ഹരിഹരൻ. താങ്കളുടെ 1-2 എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞാൽ നമ്മുടെ സമയം തീർന്നോളും. ആരും ചോദിക്കാനില്ല, 9 മിനിറ്റ് ഉണ്ട്. അല്ല, ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ പറയട്ടെ ഡോക്ടറെ. നമ്മൾ മാത്രം ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിന്ദി ക്ലാസ്സിൽ ഞാൻ തന്നെ ഒത്തിരി സംസാരിച്ചു. ബാക്കിയുള്ളവരെ ആരും വോളണ്ടറി ആയിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് വരുന്നില്ല. അതാണ് ഒരു വിഷമം. കാരണം എന്തെങ്കിലും അവനവന്റെ കേസുകൾ ഏതെങ്കിലും സംശയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഹോമിയോപ്പതിയുടെ വടവൃക്ഷങ്ങളാണ് രണ്ടുപേരിരിക്കുന്നത്, ശ്രീധരക്കുറുപ്പ് സാറും ഹരിഹരൻ സാറും. വടവൃക്ഷം ഇവരൊക്കെ ഉള്ളപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞങ്ങൾക്ക് കണ്ണുകിട്ടി നാളെ കടന്നു പോകരുത് കേട്ടോ. അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ വരില്ല. എന്താന്ന് വെച്ചാ ഒന്നും വരില്ല, വരരുതെന്ന് ഞാൻ തമാശ പറഞ്ഞതിന് സമയം പോട്ടെ. അപ്പോഴേക്കും ഒരാൾ വന്ന് ചോദിക്കാൻ. ഡോക്ടർ ബീനെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാർ, ഈ IJ നെഫ്രോപ്പതിക്ക് എന്ത് മെഡിസിനാ കൊടുക്കുക? എന്താ എനിക്ക് മനസ്സിലായില്ല. IJ നെഫ്രോപ്പതി അതൊന്നും അതിന്റെ സിംറ്റംസ് ഒന്ന് പറഞ്ഞേ. സിംറ്റംസ് ക്രിയാറ്റിൻ 9.4 ആയി, പിന്നെ ഫ്രോത്തി യൂറിൻ, റീനൽ ഫെയിലിയർ തന്നെ. അതിന്റെ എല്ലാ സിംറ്റംസും ഉണ്ട്. എന്നൊക്കെ മെഡിസിൻ കൊടുത്തു? ഈൽസിറം, സിഞ്ചിബർത്തേട്ടി ഒക്കെ കൊടുത്തു. ലൈക്കോ. വേറെ എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല. ഇത് മാത്രമേ ഉള്ളോ? എന്ത് ഇത് കാരണം മാത്രമേ ഉള്ളൂ. കൊണ്ടാ വന്നെന്ന് വല്ലതും അറിയാമോ? ഇല്ല, റീസൺ ഒന്നും അറിയില്ല. അധികം ഏജും ഇല്ല, 32 വയസ്സേ ഉള്ളൂ. ആണാണോ പെണ്ണാണോ? മെയിൽ. എത്ര വർഷമായിട്ടുണ്ട് ഇത് തുടങ്ങിയോ? 8 വർഷമായിട്ടുണ്ടാവും. ഇത് തുടങ്ങിയിട്ടുണ്ടോ? എന്നാ നമ്മുടെ ഡയാലിസിസ് ഇല്ല. ഇല്ല. ഇപ്പം മൂത്രം കൂടുതലാണോ കുറവാണോ പോകുന്നത്? തേഴ്സ്റ്റ്ലെസ് ആണ്. യൂറിൻ സാധാരണ പോലെ, ഫ്രോത്തി യൂറിൻ ആണ്. എനിക്ക് 3 വർഷം, അത് ഞാൻ പറയാം. എനിക്കൊരു കൊറോണയുടെ സമയത്ത് എനിക്ക് ഇതുപോലെ അങ്ങ് ക്രിയാറ്റിനും കൂടി ഇത് കൂടി, പൊട്ടാസ്യം കൂടി, ഡയബറ്റീസും എല്ലാം അങ്ങേയറ്റത്തെ കൂടിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു സ്ത്രീയുണ്ട്. അത് നേരത്തെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അവർക്ക് കൊറോണ പിടിച്ചു. അന്നേരം അവർ പൂർത്തി കുറയുന്നതിന് മുമ്പ് വന്നു. അന്നേരം ഞാൻ എന്നെ അടുത്തു അതിന് പ്രിവെൻറ്റീവായിട്ട് ആഴ്സനിക് ആൽബമാണല്ലോ നമ്മൾ അന്നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ആഴ്സനിക് ആൽബ് രാവിലെയും വൈകിട്ടും കഴിച്ചു, കുറച്ച് ദിവസം അടുപ്പിച്ച്. അന്നേരം എൻ്റെ മോന് ENT സർജനാ. മോൻ പറഞ്ഞു, അച്ഛൻ്റെ പെൻഷനൊക്കെ ഒന്നിച്ചു വെച്ചു, ഇനി എല്ലാ 1-2 ദിവസവും പോയി നമുക്ക് ഡയലൈസ് ചെയ്യാൻ വരാം, അല്ലാതെ വേറൊന്നും മാർഗമില്ലെന്ന്. അതിന് ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്തു, ആഴ്സനിക് ആൽബ് കഴിച്ചു. വേറൊന്നും കഴിച്ചില്ല കേട്ടോ, ഉമ്മ പറയുന്നതല്ല. ആഴ്സനിക് ആൽബ് 0/3 കഴിച്ചത്, രാവിലെയും വൈകിട്ടും കഴിച്ചു. കുറച്ചൊരു 2 ആഴ്ച കഴിച്ചു. ഒരു ദിവസം തൊട്ട് താഴെ ഒരു ലാബറട്ടറിയാണ്, അവിടെ പോയി ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പിന്നെ നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. ഷുഗർ നോർമല്, ക്രിയാറ്റിൻ നോർമല്, പൊട്ടാസ്യം നോർമല്. നല്ല സംശയമായി ഈ ലാബറട്ടറിയിലെ തെറ്റുമല്ലോ. മോനാട്ടനെ തന്നെ ഒരു സിറിഞ്ചൊക്കെ എടുത്ത് വേറെ അവിടുന്ന് തന്നെ ഒരു ഇതൊക്കെ മേടിച്ച് പുള്ളി തന്നെ ഇത് എടുത്തുകൊണ്ടുപോയി പുള്ളിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് തന്നെ റിസൾട്ട്. അന്നേരം നമുക്കിത് പോകുകയില്ല എന്നൊന്നുമില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഏതാണെന്ന് ശരിക്കും കേസ് സ്റ്റഡി ചെയ്യണം. ഇങ്ങനെ ഡയഗ്നോസ്റ്റിക് വേയിൽ ട്രീറ്റ് ചെയ്താൽ ഇത്തരം കേസുകൾ കുറയാൻ. അത് നമ്മൾ എൻ്റേത് ആക്സിഡൻ്റലാണ്, എന്നാലും അത് ഡയഗ്നോസിസ് ബേസിലല്ല പോകേണ്ടത്, ഡിസീസ് ബേസ്ഡ് അല്ല.
കോൺസ്റ്റിറ്റ്യൂഷൻ വൈറ്റ് സിംറ്റം വെച്ചിട്ട് റെപ്പർട്ടൈസ് ചെയ്ത് കമ്പാരിറ്റീവ് മെഡിസിൻ തീർച്ചയായിട്ടും തീർത്ത് മാറുമോ പറയാൻ പറ്റിയല്ല, എന്നാലും കുറയുമെന്നുള്ളത് തീർച്ചയാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. ഇപ്പം ഒരു പ്രാവശ്യം അങ്ങനെ ഈ സുരം കൊണ്ടൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും തീർത്ത് നിലനിൽക്കില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ഫലവത്താണ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ആഹാര നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും വേണം. ഈ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളതൊന്നും കൂടുതൽ കഴിക്കരുത്. ആഹാരത്തിനും നല്ല നിയന്ത്രണം വേണം. എന്നാലും തീർച്ചയായിട്ടും അത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ കേസുകൾ കിട്ടാറില്ല. ചിലർക്കൊക്കെ കിട്ടുന്നവരുണ്ട്. അവർക്ക് ട്രീറ്റ് ചെയ്ത് ഞാൻ ഒരു 5-6 കേസ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുള്ളൂ. 50 ഏകദേശം 47 വർഷത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 47 വർഷത്തിനോട് 4-5 കേസ് എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. സാധാരണ അങ്ങേയറ്റം പറ്റുമ്പോഴേ നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. അതാ വേറൊരു കുഴപ്പം. കാരണം ഇത് ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം. അതുകൊണ്ട് അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. അതിന് ശേഷം ഒബ്സർവ് ചെയ്തിട്ട് എന്താ വേണ്ടിയെന്ന് പിന്നെ ആലോചിക്കണം. ഞാനും കേസൊക്കെ എടുത്തിട്ട് എൻ്റെ നമ്പറിൽ അതിൻ്റെ സിംറ്റംസ് ഒക്കെ എടുത്തൊന്ന് അയച്ചു തരാം. ഞാനൊന്ന് റെപ്പർട്ടൈസ് ഒക്കെ ചെയ്തിട്ട് ഏതാ മെഡിസിൻ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു തരാം. ഒന്ന് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ധനേഷിനോട് ചോദിച്ചാൽ, ഡോക്ടർ ധനേഷിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഓക്കെ, ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ധനേഷ് ഡോക്ടർക്ക് പറയാനുള്ളത് നോക്കാം. ധനേഷ് ഡോക്ടറെ. എന്തായാലും വളരെ പെട്ടെന്ന് ഇന്നലെ പറഞ്ഞു, സാറ് സമ്മതിച്ചു, ഇന്ന് വന്ന് ഗംഭീരമാക്കി. അത് പറയാനാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ നാളെ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ നമ്പൂതിരി സാറാണ്. അപ്പം നാളെയും ഇതുപോലെ തന്നെ മെറ്റീരിയൽ മെഡിക്കയുടെ നല്ലൊരു പ്രസന്റേഷൻ നമുക്ക് കിട്ടുന്നതാണ്. രണ്ടുപേരും വ്യത്യസ്തമായ സഹപാഠികളാണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കേസുകൾ പ്രസന്റ് ചെയ്യുന്നവരാണ്. രണ്ടുപേരുടേതും ശ്രീധരക്കുറുപ്പ് സാറും നമ്പൂതിരി സാറും ഏകദേശം ഒരുപോലെ തന്നെ പഠിച്ചിറങ്ങി വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന, എന്നാൽ ഹോമിയോപ്പതിക്ക് വേണ്ടി ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഹരിഹരൻ ഡോക്ടറും അതുപോലെ തന്നെയാണ്. സാറ് ഇനി ഒരു ദിവസം തരണം നമുക്ക്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്രീധരക്കുറുപ്പ് സാറ് പറഞ്ഞ ആ വിഷയം നമുക്കൊന്ന് അവതരിപ്പിക്കണം. സാർ അതിനായിട്ടൊന്ന് തയ്യാറെടുക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് എന്ന് പറയാനുള്ളത്. എന്തായാലും ഈ വേദിയിലെത്തി ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് എടുത്ത ശ്രീധരക്കുറുപ്പ് സാറിന് എൻ്റെ പേരിലും IFPSന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ബീന ഡോക്ടറുടെ കുപ്രം അസറ്റിക്കം നോക്കാൻ പറ. കുപ്രം അസറ്റിക്കം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന്. ബീന ഡോക്ടർ പിന്നെ പോയോ? ആ ക്രിയാറ്റിനിൻ കൂടിയ പേഷ്യന്റിന് കുപ്രം അസറ്റിക്കം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് കുറെ ഗുണം ചെയ്തു. ഒരു 30 പൊട്ടൻസി കൊടുത്താൽ മതി ഇങ്ങനെയുള്ള കേസുകൾക്ക്. നമ്മൾ മാത്രമല്ല, കുപ്രം മെറ്റെന്ന് കുപ്രം അസറ്റിക് എന്ന് പറയുമ്പോൾ അത് ഡീപാക്റ്റിംഗ് ആണ്. 30 പൊട്ടൻസി കൊടുക്കുക, ഇല്ലെങ്കിൽ 0/3 കൊടുക്കുക. 0/3 ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഒരു 4 പിൽസ്, ഒരു 1/2 ലിറ്റർ വെള്ളത്തിനകത്ത് 4 പിൽസ് ഇട്ടിട്ട് ഒരു മണിക്കൂർ ഇടവിട്ടോ 2 മണിക്കൂർ ഇടവിട്ടോ കഴിക്കാൻ പറ. 1 മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുപ്രോസെറ്റിക്കം നല്ല മെഡിസിൻസ് ആണ് എൻ്റെ ഒരു ഓർമ്മ. 30 ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാവോ? 30 ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. പക്ഷെ 30 ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഡ്രോപ്പിൽ കൂടുതൽ വീഴരുത്. ഒരു 1/2 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ഡ്രോപ്പിൽ കൂടുതൽ വീഴരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ബീന ഡോക്ടർക്ക് അപ്പൊ അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും ശ്രീധരക്കുറുപ്പ് സാറിന്റെ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കേസുകൾ, ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് സാറ് ഷെയർ ചെയ്തത്. എന്തായാലും ശ്രീധരക്കുറുപ്പ് സാറിന്റെ ക്ലാസ്സോടുകൂടി ഇന്ന് 1240 ദിവസം പരമ്പര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഇന്ന് ഇതിൽ പങ്കെടുത്തിരുന്ന കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.